കുത്തുബ് മിനാറുള്ളത് ഇവിടെയാണ്. മഹാസംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പല തരത്തിലുള്ള ബിൽഡിങ്ങുകളും അതിൻ്റെ ആ കല്ല് പണികളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ സംഭവമാണ് എടോ. ഇതിലിപ്പോൾ കുത്തുബ് മിനാർ രണ്ടാളുകൾ ചേർന്നുണ്ടാക്കിയാണ്. കുത്തുബുദ്ദീൻ ഐബക്ക് ഉണ്ടാക്കി പൂർത്തിയാകാത്തത്, പിന്നെന്താ വേറൊരാളും കൂടിയാണ് അത് ഫുള്ളാക്കിയാണ്. അത് കണ്ട് വേറൊരാൾക്ക് പൂതിയായിട്ട് അയാളെ വകയൊരു സാധനം ഉണ്ടാക്കി. അതാണിത്. പക്ഷേ അയാൾ പൂർത്തിയാണെങ്കിൽ മുമ്പ് അയാൾ മരിച്ചുപോയി. ആ സാധനം ഒന്നുകൂടി അടുത്ത് പോകുമ്പോൾ കാണിച്ചുതരാം. നമ്മൾ ഇയാൾ എന്നൊക്കെ പറയുള്ളൂ. ഇതൊക്കെ എല്ലാ സ്കൂളിൽ പഠിക്കുന്ന സംഗതികളാണ്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ എല്ലാവർക്കും കിട്ടുന്ന സംഗതിയാണ്. ഇതാണ് ആ സാധനം. വേറെ ലെവൽ സാധനമാണിത്. കല്ലും മുട്ടിയും സാധനങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇപ്പോൾ വീഡിയോയിൽ എന്തായാലും കണ്ടാലൊരു ക്ലാരിറ്റി കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇത്രയും വലുപ്പമുള്ള സാധനമാണിത്. പക്ഷെ ഇത് പൂർത്തിയായില്ലെങ്കിലും പൗതിയായാലും അതൊരു ഇതാണല്ലോ. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. പറഞ്ഞ മാതിരി ഇയാളത് ശരിയായില്ല, അല്ലായത് ഫുള്ളായില്ല. ഇപ്പോൾ സ്ക്രീനിൽ കൊള്ളണല്ലേ ഈ സാധനം. കുറച്ചും കൂടി ബേക്കിക്ക് പോകാൻ മാർഗമുണ്ടോ? ലാസ്റ്റ് ഇതിങ്ങനെ ചുറ്റണം. ഒരുപാട് ചുറ്റണമെന്നുണ്ടെങ്കിലേ തവാഫ് ചെയ്ത് കൂലി കിട്ടാത്തതുകൊണ്ട് ഇപ്പം ഇനി കഷ്ടപ്പെട്ട് ചുറ്റണമെന്നുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ടതാണ്. ഇതാണ് സംഭവം. ഓരോ ഗുഹകളൊക്കെ കണ്ടില്ലേ, ഗുഹ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിരുന്നില്ലേ ഗുഹകൾ. കയറി ചെല്ലാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ചൊറുക്കിലും ചൊറുക്കില്ലാതെയും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആണ് കുത്തുബ് മിനാർ. അങ്ങനെ കുറേ വഴികളാണ് പല ഭാഗത്തും. പിന്നെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പിന്നെ അതിന് ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അടുത്തില്ലാണല്ലോ. ഇനി യഥാർത്ഥ കുത്തുബ് മിനാറിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകാനുള്ളത്. ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാ ഭാഷയിലും ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാരോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറേ സംഗതികൾ ഫുള്ളാക്കാതെ തലമുറയില്ലാതെ അവിടെ ഇട്ടച്ച് പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇസ്ലാമിക മുസ്ലിം ഭരണാധികാരികൾ രാജ്യം ഭരിച്ചിരുന്ന കാലത്തെ സംഭാവനകളാണ് ഇതൊക്കെ. കളിയ കാര്യം കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു സാധനമാണ്. ചെറിയൊരു കെട്ടാണ്. മനസ്സിലാവുണ്ടോ വീഡിയോയിൽ അറിയില്ല. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതിക്കണുണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഖുൽ ഹുവല്ലാഹു അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബാക്കി വിവരങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കേരള. എന്താ സംഭവം നോക്കിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ ഉള്ളിൽ ചില പള്ളിയായിട്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചായിരിക്കും അല്ലേ. അല്ലാഞ്ചേരി അറിയാം. ഇടവണ്ണേ നിങ്ങളിങ്ങനെ കാണാൻ വന്നാ പാക്കേജാ? പാക്കേജാ? ഒരു ടീമിൻ്റെ ഒപ്പം ഒരു അജ്മീറിലെ. ഇത് വേറൊരു സംഭവം. ഇവിടെയും കാണാം ഇതേമാതിരി കുറേ അറബി എഴുത്തൊക്കെ. എൻ്റെ ഇടയിൽ നാട്ടുകാരനെ കണ്ടു. ദെൻ അറബി എഴുത്ത് മേലെ കണ്ടോ, എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മഹാസംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സ്ഥാപകൻ്റെ ഒക്കെ പറയണം തോന്നുന്നു. മാർബിൾ കൊണ്ട് കൊടുത്ത അതെ ഇതിൻ്റെ സ്ഥാപനം ഒക്കെ പറയണം. ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഉണ്ടോ, മാർബിൾ കൊണ്ടുള്ളൊരു ശവകുടീരുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. അവിടെ ഇവിടെയും അത് അറബി എഴുതി വെച്ചിട്ടുണ്ട്. അൽ ഖുർആനുൽ കരീം ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ ഇന്നഹു ലഖുർആനുൻ കരീം ആണ് എഴുതിയില്ലേ. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ എന്നാണ് തോന്നുന്നത്. മാർബിൾ കൊണ്ടാട്ടോ ഈ കലാപരിപാടി മുഴുവൻ. സുബ്ഹാനല്ലാഹ്, ഇതിലെ എഴുത്ത് മുഴുവനും മാർബിളാണ്. എഴുത്ത് മുഴുവനും മാർബിൾ കൊണ്ട് കൊത്തിയിട്ടുള്ള പരിപാടിയാണ്. തന്നെ ഇവിടെ വേറൊരു ഇതുണ്ട്, അതിലും എഴുതി വെച്ചിരിക്കണതാ ഒക്കെ കൊത്തുപണിയാണ്, എഴുത്തല്ല കൊത്ത്. കറക്റ്റ് ഇങ്ങനെ നോക്കി കാണാം. ഇതിൽ മുഴുവനും ഈ കൊത്തുപണിയാണ്. കാലിലോണ്ട് കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള കലാപരിപാടിയാണ്. കളിയ കാര്യം
ഓരോ സ്ഥലം മൈന്യൂട്ടായി നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ സസൂക്ഷ്മമായ രീതിയിലുള്ള വർക്കുകളാണ് നടന്നിട്ടുള്ളത് ഇവിടെ. അവിടെ നിന്നുള്ള കുത്തബ് മിനാറിൻ്റെ ദൃശ്യമാണ്. നമുക്കൊന്നുകൂടിയും കുത്തബ് മിനാറിലേക്ക് തന്നെ മുമ്പിലേക്ക് പോകാൻ പറ്റും നോക്കാം. മലയാളികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഇവിടെ കുറേ സംഭവങ്ങൾ ഇതാ ഇവിടെ നിറയെ കൊത്തി വച്ചിരിക്കണ ഓരോ സംഗതികൾ ഒറ്റ നോട്ടത്തിൽ കാണും. അങ്ങനെ ചരിച്ചാൽ ചരിച്ചാലും ഫുള്ള് കിട്ടൂല അല്ലേ. ആണെങ്കിൽ നമുക്ക് കുറച്ച് അടുത്തുനിന്ന് കണ്ടാൽ ഇങ്ങനെ ഉണ്ടാവും എഴുത്തുകളൊക്കെ. ഓരോ പീസുകൾ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊന്നും എന്താ ചെയ്യലാണെന്ന് അറിയോ? ഇതൊക്കെ മറ്റേ ക്യാമറ കൊണ്ട് എടുക്കണം. നമ്മളൊന്നും എടുത്തിട്ടേ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളണില്ല ഇത് സംഗതി. എല്ലാവരും എടുക്കുന്നുണ്ട്, നമ്മളെ കൈപ്പിടിയിൽ ഒതുങ്ങണില്ല. അവിടെ സംഭവം ഇവിടെ എന്താ ധാരാളം കാണുന്നുണ്ട്. എടുപ്പുകൾ തന്നെ, ബിൽഡിങ് തന്നെ. ഇത് രണ്ടിൻ്റെ കൂടുമ്പോൾ ഫ്ലൈറ്റ് പോകുന്നുണ്ട് ഇവിടെ നിന്ന് തോന്നണേ. എപ്പോൾ നോക്കിയാലും ഫ്ലൈറ്റിൻ്റെ സൗണ്ടാണ്. മഞ്ഞോട് കാണില്ലല്ലോ. അതിൻ്റെ അടിയിലുള്ള കാണുന്ന സമയത്ത് അതിൻ്റെ അടിയിലുള്ള എഴുത്തൊക്കെ വായിക്കാൻ പറ്റില്ലേ. നല്ല വലുപ്പത്തിലാണ്. ഇതാണ് കുത്തബ് മിനാറിൻ്റെ മുറ്റം. നമ്മൾ നേരത്തെ കണ്ട വീഡിയോകളിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇവിടെ ഇതുണ്ട്. അങ്ങനെ ഒരു കോമ്പൗണ്ടാണ്. അതിൻ്റെ ഒരു വശത്താണ് ഈ സാധനമുള്ളത്. കുത്തബ് മിനാർ കുറേ സംഭവങ്ങൾ. ഇതാ മെയിൻ ഗേറ്റ്. ഇതാ മാഷാ അല്ലാഹ്. ഈ ഗേറ്റും എല്ലാം ഫുള്ള് ആർച്ച് ആകൃതിയിൽ എഴുതി വച്ചിരിക്കുന്നത് തന്നെയാണ്, അറബിയാണ്. സൂം ചെയ്താൽ കുറേയൊക്കെ കാണാൻ പറ്റും. ഇവിടെയും 2 ഖബറുകളുണ്ട്. ഇതതിൻ്റെ എൻട്രി. കുത്തബ് മിനാർ ഇത് അടുത്തുനിന്ന് കാണുന്നു. ഈ കാണുമ്പോഴും ഇതിൻ്റെയും മുകളിൽ ഇത് പറഞ്ഞതുപോലെ അറബി എഴുത്തുകളുണ്ട്. കുത്തബ് മിനാറിൻ്റെ മുകളിൽ അറബി എഴുത്തുകൾ കാണാം. ഉണ്ടോ അതിൻ്റെ മുകളിൽ അവിടെയൊക്കെ ഉണ്ടത്. അതിൻ്റെ മുകളിൽ അവിടെയുണ്ട്. അതിൻ്റെ വിശദമായി നമ്മൾ ഇങ്ങനെ ഇവിടെ കുത്തബ് മിനാർ ഫോട്ടോത്തിൽ കാണുന്നുള്ളൂ. ഇന്ത്യൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്മാരകമാണ്. ഇതൊക്കെ ഇല്ലാതാണെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിലെ വികാരങ്ങളതൊക്കെ ആയിരിക്കും. ഇതിലൊക്കെ നിറയെ ഉള്ളത് അറബിയിലുള്ള ഉല്ലേഖനങ്ങളാണ്. മഞ്ഞ് കാരണം നമ്മുടെ ക്യാമറയുടെ ഇതൊക്കെ കളർ പോകുന്നു തോന്നുന്നു. മുകളിലെ വെള്ളയിൽ വരെ അറബി എഴുത്തുകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറയിൽ കാണാൻ പറ്റണില്ല എന്നേ ഉള്ളൂ. അങ്ങനെ തുടങ്ങി അവിടെയെന്നല്ല, എവിടെയും എല്ലായിടത്തും സംഭവങ്ങളാണുള്ളത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് വേറെ ലെവൽ. ഇതിൻ്റെ ഉള്ളിൽ തോടോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല സംവിധാനമൊക്കെ അതാ. ഇരുന്ന് കാണാൻ കേൾക്കാൻ. ഇതാണ് കറക്റ്റ് കുത്തബ് മിനാർ തൊടാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഇവിടെ നിന്ന് കുത്തബ് മിനാർ പകർത്തണമെങ്കിൽ ഇങ്ങനൊരു കോമ്പൗണ്ടാണ്. പകർത്തണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് കുത്തബ് മിനാറിൻ്റെ നേരെ ചുവടാണിത്. പക്ഷേ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഫുള്ള് കൊള്ളൂല എന്തായാലും. അങ്ങനെ മനസ്സിലാക്കാം. ഇവിടെ നിന്നാണ് ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കണേ. ഇതാണ് സംഭവം.
പിന്നെ അടുത്തുള്ള എഴുത്ത് അറബി എഴുത്തുണ്ട് പറഞ്ഞു. അറബി എഴുത്തുകളിലുള്ള കൗതുകങ്ങളും അതിലുള്ള അർ-റഹ്മാൻ അർ-റഹീം ഇല്ലാഹു അള്ളാഹ് എന്നൊക്കെ ഉണ്ട് ഇവിടെ. എന്താ അള്ളാഹ് ഇത് മുഴുവനായിട്ട് വായിച്ചു നോക്കേണ്ടതാണ് എന്താ സംഭവം എന്നുള്ളത്. അതാണ് സംഭവം. എന്നാൽ റൗണ്ട് ചെയ്ത് തീർക്കാൻ പറ്റൂലത്. എന്നാലും നമുക്ക് വെറുതെ എന്ന് വെച്ചാൽ കുറച്ച് റൗണ്ട് ചെയ്ത് നോക്കാം. എൻ്റെ എഴുത്ത് സന്ദർശകർക്ക് സ്വാഭാവികമായിട്ടും കുറവില്ല. ഇവിടെ ഒരു ആർച്ച് പോലെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ നിർമ്മിതിയിലെ കൗതുകം എന്ന് പറഞ്ഞാൽ മണ്ണും കല്ലാണ്. സാധാ മണ്ണും കല്ലും വലിയ വലിയ കല്ലുകൾ കൂട്ടിയിട്ടാണിത് വലിയൊരു സാധനമാക്കി മാറ്റുന്നത്. ഉണ്ടാ സാധാരണ മണ്ണും കല്ലുമാണ്. അത് ഓരോ കല്ലിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ ചില്ലറല്ല. അങ്ങനത്തെ കല്ലുകൾ ചേർത്തിട്ടാണ് ഇത്രയും വലിയൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇവിടെ. അത് ചേർത്തിട്ട് തന്നെ സിമെൻ്റൊന്നും ഉണ്ടാവില്ലല്ലോ. 100-200 കൊല്ലം മുമ്പത്തെ പരിപാടി. സിമെൻ്റ് ഇല്ലായിട്ടല്ല, എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന കോലത്തിലുള്ളൊരു സിസ്റ്റം അല്ല ഇത്. ഇവിടെ ഒരു തറ ഉണ്ടല്ലോ, തറല്ലോ ഇങ്ങനെ ഒരു കലപരി ഇങ്ങനത്തെ സംഭവം പല സ്ഥലത്തുണ്ട്. ആർച്ച് ഉണ്ടോ, ആ ഒരു കവാടം, ഇവിടെ ഒരു മിനാരം, ഇവിടെ ഒരു കവാടം, ഞാൻ നിൽക്കുന്നത് വേറൊരു കവാടം, ഇന്ന് പുറത്തിറങ്ങിയൊരു കവാടം. ഇവിടെ ഏറ്റവും സുലഭമായി കാണുന്ന സാധനം ഇതാണ്. ഒരു പരിചയമുള്ള ആളിപ്പോൾ തന്നെ ഉള്ളൂ. ഒരു മരമൊക്കെ ഉണ്ട്. ഇവിടെ കിടന്നപ്പോൾ എന്താ, അയ്യോ ഇവിടെ ഈ സാധനം മുകളിലേക്ക് കയറാനുള്ള സ്ഥലമാണ്. ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ട്. ഇനി കവാടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ നേരെ വരെ 2 ഭാഗത്തും കവാടങ്ങളാണ്. അവസാനം വന്ന വഴി തിരഞ്ഞ് വേറെ പോകേണ്ടി വരും മിക്കവാറും. സിമ്പിളായൊരു വരച്ച പോലെ റോഡുണ്ടായിരുന്നു. അതിലൂടെ കയറിയാൽ പെട്ടെന്ന് ഇറങ്ങാമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ ഞാൻ ഒന്നുകൂടിയും വൈഡായി പോയി നോക്കിയാൽ പോകുമ്പോൾ തീരുന്നില്ല. അയവാ നല്ലൊരു ദൃശ്യമാണ് ഇവിടുന്ന് കിട്ടുന്നത്. കുത്തുബ് മിനാറുണ്ട്, അപ്പുറത്ത് വേറൊരു സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു തമാശ ഉണ്ടായതെന്താ വെച്ചാൽ വെള്ളം കുടിക്കാൻ ഇവിടെ ഒരു സംവിധാനം കണ്ടു, 2 പൈപ്പ്. അപ്പോൾ ഇത് തിരിച്ചു സാധാ പോലെ കുടിച്ചു. ഇവിടെ നിന്നപ്പോൾ കുറച്ചും കൂടി ഒരു വൃത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം കുടിക്കാനുള്ള പരിപാടിയാണ്. വെള്ളം വന്നു. അപ്പോൾ അതിന്മേൽ നെക്കിയപ്പോഴാണ് വെള്ളം വന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും നെക്കി. അത് നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നെക്കിയിട്ടോ തിരിച്ചിട്ടോ എന്ത് കാര്യം നിൽക്കുന്നില്ല. അതിൽ തൊട്ടപ്പുറത്തെ പൈപ്പ് പോയി. എന്നാൽ അതിന്മേലെ നെക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിലും തുടങ്ങിയ വെള്ളം. അപ്പോൾ 2ലും വെള്ളമായി. 2 ഇപ്പോൾ വെള്ളം വരാൻ തുടങ്ങി. പക്ഷെ നിൽക്കണില്ല. അപ്പോൾ സംഭവം എന്താണ്,
നമ്മളങ്ങനെ വെക്കാനൊന്നും നിൽക്കൂല. വെള്ളം ഒരു നക്കിൽ വയ്ക്കുക, ഒരാൾക്ക് ആവശ്യമുള്ള അത്യാവശ്യം വെള്ളം വരും, പിന്നെ മൂപ്പര് സ്വന്തം നിൽക്കും. അതിനിപ്പോൾ നമ്മളെന്താ കാട്ടിന കാര്യമില്ല. ഒരു നിശ്ചിത അളവ് വരെയുള്ള വെള്ളമാണ് ഫസ്റ്റ് നക്കലിന് അതിന് വരിക എന്നൊരു മനസ്സിലായിപ്പോൾ.